ഒരു മാസ കല്യാണം 101 വെറൈറ്റി ഫുഡ് ഐറ്റംസും ആയിട്ടുള്ള ഒരു കല്യാണം എന്ന് വേണമെങ്കിൽ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് എവിടെയാ നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പത്തനംതിട്ടയിലാണ് കേട്ടോ. കിടിലൻ കല്യാണം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ എക്സ്പ്ലോർ നോക്കിയാലോ? കമന്റ് ഫോളോ. നമ്മുടെ തിരുവനന്തപുരത്തുള്ള കടുവയിൽ കാറ്ററിംഗിന്റെ ആണ് ഇവിടുത്തെ ഫുഡ് അറേഞ്ച്മെന്റ്. കോഴഞ്ചേരി ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. സ്റ്റാർട്ടേഴ്സ് ഇങ്ങനെ നിരനിരയായിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രഷ് ജ്യൂസ് ഉണ്ട്, മൊയ്റ്റോസ് ഉണ്ട്, പിന്നെ ഷേക്സ് ഉണ്ട്, പല സാധനങ്ങളും. ഏകദേശം 7 വെറൈറ്റീസ് ഓഫ് ടീ. ഈ ചായക്കെ കുറിച്ച് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കിടിലൻ സെറ്റപ്പ്. ഫുഡ് എന്തൊക്കെയുണ്ട് നോക്കുകയാണെങ്കിൽ കോയിൻ പൊറോട്ട, ഫുൽക്ക റൊട്ടി, റുമാലി റൊട്ടി, ഡക്ക് റോസ്റ്റ്, ഫിഷ് മോളി, അതേപോലെ തന്നെ ബട്ടർ ചിക്കൻ, മട്ടൻ ബിരിയാണി. കഴിഞ്ഞിട്ടില്ല, സൈഡിലേക്ക് നോക്കണമെങ്കിൽ ചിക്കൻ 65, ബീഫ് ഉലർത്ത്, ചിക്കൻ ടിക്ക, ചിക്കൻ ഫ്രൈഡ് റൈസ്, പെപ്പനാക്കി ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ് ഉണ്ട്, അതേപോലെ തന്നെ നോർമൽ വൈറ്റ് റൈസ്, മാങ്ങാക്കറി, എരിശ്ശേരി, പുളിശ്ശേരി, നാടൻ മോര്, പാവയ്ക്ക ഫ്രൈ, തോരൻ, മീൻകറി, പനീർ ബട്ടർ മസാല, ടിക്ക, സാലഡ്സ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഭയങ്കര വലിയ മെനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ മെനു. ഈവൻ ചിക്കൻ മന്തിക്ക് വരെ ഒരു സ്റ്റാൾ. ഈ ഏരിയ മൊത്തം സീ ഫുഡാണ്. സീ ഫുഡിൽ തന്നെ ഞണ്ടുണ്ട്, ചെമ്മീനുണ്ട്, കൂന്തലുണ്ട്, മീനുണ്ട്. സാലഡ് ബാർ ആണെങ്കിൽ തൊട്ട സൈഡിൽ തന്നെ വേറെയുണ്ട്. മട്ടൻ സൂപ്പും വെജ് സൂപ്പും ഉണ്ട്. പുറത്താണെങ്കിൽ നല്ല ചൂട് ചായ അടിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ഗ്രാൻഡ് പരിപാടിയാണ്. നാടൻ സ്റ്റൈലിൽ മീൻകറിയും അതേപോലെ തന്നെ കപ്പയും ചേനയും ചേമ്പും എല്ലാ സാധനവും ഉണ്ട്. കാറ്ററിംഗ് ബോയ്സ് അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് വിളമ്പുന്നുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ഞാൻ പുറത്തെ കാഴ്ചകളൊന്നും നോക്കാമെന്ന് വിചാരിച്ചു പോയപ്പോൾ അവിടെ ഒരാൾ കുനാഫ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്പോട്ടിൽ ചൂട് കുനാഫ അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കുകയാണ്. നോർമലി കല്യാണങ്ങൾക്കൊക്കെ കുനാഫ റെഡിമെയ്ഡ് ആയിട്ട് വരാറാണ്. പക്ഷേ ഇവിടെ സ്പോട്ടിൽ നല്ല ക്രിസ്പി ആയിട്ട് ചൂടോടെ കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഇവിടെ കബാബ്സ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുപ്പ് കൊള്ളാല്ലേ, സംഭവം നല്ല ലുക്ക് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരാൾ ഇവിടെ പൊറോട്ട ലൈവായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രസന്റേഷൻ്റെ സൈഡിൽ ഇങ്ങനെ കാണുമ്പോൾ ഐറ്റംസ് ഒക്കെ ഒരുപാട് കാണിക്കലും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നത് സാധാരണ നമ്മൾ അറിയാറില്ല. മീനുകളൊക്കെ വരിയായിട്ട് കറക്റ്റ് ലെവലിൽ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ചായക്കുള്ള കടിയുണ്ട്. ഇത് ഞാൻ കുറച്ച് മുമ്പ് എടുത്തൊരു വിഷ്വലാണ്. അവിടെ ബിരിയാണി പൊട്ടിക്കുന്ന ഒരു സീൻ. മട്ടൻ ബിരിയാണി പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല മണമാണ് കേട്ടോ, ചുറ്റും നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഏത് പരിപാടിക്ക് പോകുമ്പോഴും പരിപാടീൻ്റെ ആ ഒരു പാചകപ്പുര ചെന്നിട്ട് ബിരിയാണി പൊളിക്കുമ്പോൾ ഒന്ന് നിന്ന് നോക്കൂ. ആ ഒരു ഹാപ്പിനെസ് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. കാരണം ബിരിയാണിയിൽ നിന്ന് വരുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ വിശന്നിരിക്കുമ്പം, അത് ഉഗ്രം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ റുമാലി റൊട്ടീൻ്റെ മേക്കിംഗ് ഇവിടെ തന്നെയുണ്ട്. ചിക്കൻ നൈസായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻ തവയിൽ കിടന്നിട്ട് കിഡിലനായിട്ട് വെന്തോണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ വേറൊരു ടൈപ്പ് മീനുണ്ട്. കോയിൻ പൊറോട്ട ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോയിൻ പൊറോട്ടയൊക്കെ വളരെ സ്പീഡാണ് കേട്ടോ, കാരണം ഇതൊക്കെ വേഗം ചിലവാകും. ഡെസേർട്ടിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെസേർട്ടൊക്കെ ഓൾറെഡി സെറ്റാണ്. ഓൾറെഡി സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഐറ്റംസ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞിട്ടേ ഇല്ല. അത് അവിടെ നെയ്പത്തിൽ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ചൂടോടെ കൂന്തളും അതേപോലെ തന്നെ ശീഷ് തവൂക്കും ഒക്കെ റെഡിയാണ്. ഫസ്റ്റ് കൗണ്ടറിൽ തന്നെ കോയിൻ പൊറോട്ടയാണ്, വളരെ വട്ടത്തിൽ ചെറുതായിട്ടുള്ള പൊറോട്ട. അതേപോലെ തന്നെ ഫുൽക്ക റൊട്ടി ഉണ്ട്. 2-3 കൗണ്ടർ വരെ സെറ്റ് ആക്കിയിട്ടോ, 2 ഫ്ലോറിലുണ്ട്. നെയ്പത്തിലും അതേപോലെ തന്നെ കൗണ്ടറിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അതല്ലാത്തവർക്ക് അപ്പം, ഒരുപാട് ബ്രെഡ് വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ കുറെ കറികൾ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവര് മെനു അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റുമാലി റൊട്ടി ഉണ്ട്. നമ്മൾ എന്തായാലും സൗത്ത് കേരളയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഡക്ക് റോസ്റ്റ് വേണമല്ലോ അല്ലേ, അതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫിഷ് മോളി ഉണ്ട്. ഫിഷ് മോളിയും ആ നെയ്പത്തിലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ചിക്കൻ ലവേഴ്സ് വിഷമിക്കേണ്ട, ഇവർക്ക് ബട്ടർ ചിക്കൻ. പിന്നെ നേരത്തെ പൊട്ടിച്ച ദം ബിരിയാണി, മട്ടൻ ദം ബിരിയാണിയാണ്. ചിക്കൻ വേറെ, റൈസ് വേറെ. അതേപോലെ തന്നെ ചിക്കൻ 65 ഉണ്ട്, ചിക്കൻ പൊരിച്ചത്. ഇനി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് വരട്ടി എടുത്തിട്ടുള്ള ബീഫ് ഉലർത്തുണ്ട്. ഒരു ഡ്രൈ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ഒരു പീസ് എടുത്ത് കഴിച്ചാണ്ടല്ലോ കിടില മസാലയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ചിക്കൻ ടിക്കയുണ്ട്. ഇത് ഞാൻ നേരത്തെയൊക്കെ കാണിച്ചാണ്, എന്നാലും ഒന്ന് പെട്ടെന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ചൈനീസ് ഐറ്റം ആയിട്ട് ചൈനീസ് ഫ്രൈഡ് റൈസ് ഉണ്ട്. പിന്നെ തെപ്പനിയാക്കി ഫ്രൈഡ് റൈസ് ഉണ്ട്. ഫ്രൈഡ് റൈസ് തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. ഇനി അതോടൊപ്പം തന്നെ തൊട്ട സൈഡിൽ ലെമൺ റൈസ് ഉണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള റൈസാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ കുറച്ചേ പോവുള്ളൂ. സംഭവം നിൽക്കട്ടെ. ഇനി മീൽസിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വൈറ്റ് റൈസ് ഉണ്ട്. വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പുളിശ്ശേരി ഉണ്ട്. ഒരു സദ്യ മോഡലാണെങ്കിലും നോൺ വെജ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാങ്ങാക്കറി ഉണ്ട്. മാങ്ങാക്കറിയൊക്കെ നാടൻ സ്റ്റൈൽ മാങ്ങാക്കറിയാണ്. പിന്നെ എരിശ്ശേരി ഉണ്ട്. എരിശ്ശേരി കഴിഞ്ഞാൽ പിന്നെ സൈഡിലേക്ക് വരുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഫിഷാണ്. ഫിഷ് കറി, കിങ് ഫിഷിൻ്റെ കറിയാണിത്. നല്ല മസാലയൊക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുത്തിട്ടുള്ള കിങ് ഫിഷ്. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ മോരുണ്ട്. അപ്പം വന്നവർക്കൊക്കെ ഇപ്പോൾ ശരിക്കും കൺഫ്യൂഷൻ ആയിരിക്കും ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്നുള്ളത്. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം കുറച്ച് വെച്ച് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റൂലേ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് ഏകദേശം മെനു ഫിക്സ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടും. നിങ്ങളിപ്പോൾ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ എന്തൊക്കെ ആ പരിപാടിക്ക് വേണം, എന്തൊക്കെ ടൈപ്പ് മെനു ഉണ്ടാവും, എന്തൊക്കെ എങ്ങനെ ഉണ്ടാവും ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ എന്നുള്ളതൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടുമല്ലോ അല്ലേ.
അപ്പോൾ ആൾക്കാരുടെ കൗണ്ട് അനുസരിച്ച് എല്ലാം കറക്റ്റ് ക്വാണ്ടിറ്റിയിലാണ് നോർമലി ഇങ്ങനെ ബുഫേയിൽ പ്രിപ്പയർ ചെയ്യാറ്. കാരണം വേസ്റ്റേജ് വരുന്നില്ല എന്ന് എൻഷുർ ചെയ്യേണ്ടത് ഒരു മെയിൻ സംഭവം തന്നെയാണ്. അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇപ്പോൾ പക്ഷേ എല്ലാവരും വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുഡ് കിട്ടുകയും ചെയ്യും. എന്തായാലും പരിപാടി കലക്കി. കടുവയിൽ കാറ്ററിംഗ് ആണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുള്ളത്. തിരുവനന്തപുരം ബേസ്ഡ് കാറ്ററിംഗ് കമ്പനിയാണ്. ഇവർ തിരുവനന്തപുരത്താണെങ്കിലും ഈ ഒരു കേരളം മൊത്തം ഓപ്പറേഷൻസ് എടുക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഒരുപാട് ഇതേപോലത്തെ വീഡിയോസും കല്യാണ വീഡിയോസും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. നമുക്ക് കല്യാണം കൂടാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ കല്യാണ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കല്യാണങ്ങൾ നടക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാമല്ലോ അല്ലേ. ജസ്റ്റ് ഒരു കാഴ്ച മാത്രം, അത് തന്നെയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനും ആ രീതിയിലെ അറേഞ്ച്മെൻറ്റും എല്ലാം. അപ്പം ഈ ഒരു മെനുവിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 100ൻ്റെ അടുത്ത് 101 ടൈപ്പ് മെനു വന്നിട്ടുണ്ട്. ഓരോ ഐറ്റംസ് നമ്മൾ മൈന്യൂട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, എണ്ണി നോക്കുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ അത്ര വരും. വളരെ വൈഡ് വെറൈറ്റീസ് ഓഫ് മെനു ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് കല്യാണങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നാടൻ സ്റ്റൈലിൽ ചേമ്പ് കാച്ചിലൊക്കെ ഉള്ളൊരു കല്യാണം ഞാനിതുവരെ കണ്ടിട്ടില്ല. കാരണം ഇവരുടെ ഒരു കുടുംബത്തിൽ ചിലപ്പോൾ നാട്ടിൻപുറത്തുകാരുണ്ടാവാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പം അവരെല്ലാവരും ഫോക്കസ് ചെയ്തിട്ടാണ് ഐറ്റം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറെ വീഡിയോ വെച്ച് കാണാം. അതുവരെയും ബൈ.